അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നവനാ. അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ ജീവിതത്തിലെ ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, പ്രയാസമാകട്ടെ, രോഗമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് കാര്യം വന്നാലും അവന് പറയുന്നു തവക്കൽതു അലല്ലാഹ്. അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുകയാ. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ഫതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത് വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ എന്ത് വന്നാൽ അവൻ പറയും അല്ലാഹുവിലേക്ക് അവനെ പരമേൽപ്പിക്കുകയാണ്. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അള്ളയുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ് എന്ന് അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, ഈ പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാ ഉള്ളത്? നമ്മളിൽ ആർക്കാ അങ്ങനെ ഒരു സ്വഭാവമുള്ളത്? ജീവിതത്തിൽ നമ്മുടെ പ്രയാസമാകട്ടെ, എന്ത് കാര്യമാകട്ടെ, ജീവിതത്തിലേക്ക് അവന്റെ പല പല ഘട്ടങ്ങളിൽ പല പല കാര്യങ്ങളും കടന്നു വരുമല്ലോ. ആ സമയത്ത് എനിക്കൊരു റബ്ബുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണല്ലോ, എന്റെ യജമാനൻ അള്ളയാണല്ലോ, അതുകൊണ്ട് പടച്ചവൻ എന്റെ കാര്യങ്ങൾ നോക്കുമെന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്? നമ്മളിൽ ആരാപങ്ങള് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? ആ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? അല്ലാഹു പറഞ്ഞാ തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പറയാതെ ഇരുന്നാലുള്ള നഷ്ടം എന്താണെന്നറിയുമോ? പഠിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണേ. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്.